സ്വർണ്ണ വിൽപ്പനയിലെ ക്രമക്കേട് കണ്ടെത്താൻ GST പരിശോധന. സംസ്ഥാനത്തെ 35 സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, എന്ത് ക്രമക്കേട് എന്ന സംശയത്തിലാണ് ഈ പരിശോധന? എവിടെയൊക്കെയാണ് പരിശോധന? GSTയുടെ എൻഫോഴ്സ്മെന്റും ഇന്റലിജൻസും സംയുക്തമായാണ് ഈ പരിശോധന നടക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണി മുതൽ സംസ്ഥാന വ്യാപകമായി സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങൾ ആണ് ഈ പരിശോധന നടക്കുന്നത്. അതിൽ പ്രധാനമായും 37 സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ, ഇതിന് പുറമെ ഈ സ്ഥാപനങ്ങളുടെ പുറമെ ഇവരുടെ പല വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. 79 സ്ഥലങ്ങളിലാണ് ആകെ പരിശോധന നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ശ്രീജ, നികുതി വെട്ടിപ്പ്, അതുപോലെ തന്നെ രേഖകളില്ലാത്ത സ്വർണ്ണ ഇടപാടുകൾ, കണക്കിൽപ്പെടാത്ത സ്റ്റോക്ക്, മറ്റ് GST നിയമലംഘനങ്ങൾ എന്നിവ പരാതിയായി ഈ എൻഫോഴ്സ്മെന്റ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുൻപാകെ പല ഘട്ടങ്ങളിലായി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പരിശോധന നടക്കുന്നത്. ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ ജില്ലകളിലാണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായൊരു വിശദീകരണം ഇപ്പോൾ GST വകുപ്പ് നൽകിയിട്ടില്ല. എന്തായാലും വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്നായിരിക്കും ലഭിക്കുക. ഏതായാലും ഈ സ്വർണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുക്കേണ്ട GST നികുതിയുടെ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മുഖ്യമന്ത്രിയോടെല്ലാം തന്നെ പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകർ ആരാഞ്ഞിരുന്നതാണ്. അപ്പോൾ കൂടുതൽ GST നികുതി പിരിവ് അല്ലെങ്കിൽ നികുതി വെട്ടിപ്പ് തടയാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പിൻ്റെ കൂടെ മന്ത്രിയായ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിരുന്നതാണ്. അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധന എന്ന് വേണം മനസ്സിലാക്കാൻ.